വാഴക്കാട് വട്ടപ്പാറയിൽ നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. കൊണ്ടോട്ടി SCP B കാർത്തിക് IPSന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതായി മലപ്പുറം SP വിശ്വനാഥ് IPS അറിയിച്ചു. ബുധനാഴ്ച രാവിലെ പരിസര പ്രദേശത്തെ ജനകീയ തിരച്ചിലിന് തീരുമാനം. വാഴക്കാട് പഞ്ചായത്തിലെ വട്ടപ്പാറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആസാം സ്വദേശിനി സജിത കാത്തൂരിന്റെ 12 വയസ്സുള്ള മകനെയാണ് ഡിസംബർ 12-ാം തീയതി രാവിലെ കാണാതായത്. തുടർന്ന് 18-ാം തീയതിയാണ് കുടുംബം വാഴക്കാട് പോലീസിൽ പരാതി നൽകിയത്. കുട്ടി നടന്നു പോകുന്നതോ മറ്റോ യാതൊരു രീതിയിലുള്ള CCTV ദൃശ്യങ്ങളോ മറ്റു വിവരങ്ങളോ ലഭ്യമാവാത്ത സാഹചര്യത്തിൽ അന്വേഷണം ഊർജിതപ്പെടുത്താൻ കൊണ്ടോട്ടി SCP B കാർത്തിക് IPSന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി മലപ്പുറം SP വിശ്വനാഥ് IPS പറഞ്ഞു. പ്രാദേശികമായി കുട്ടിയെ കണ്ടെത്താനുള്ള ഊർജിത തിരച്ചിൽ നടത്താനും തീരുമാനിച്ചു. കഴിഞ്ഞ 12-ാം തീയതി ഡിസംബർ 12-ാം തീയതി വാഴക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മിസ്സായിട്ടുള്ള അസാം സ്വദേശിയായിട്ടുള്ള സജറുൾ എന്ന കുട്ടി, 12 വയസ്സുകാരനായിട്ടുള്ള കുട്ടിയുടെ മിസ്സിംഗ് കേസിൻ്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താനാണ് ഞാനിവിടെ വന്നത്. ഇത് ഏതാണ്ട് 8 ദിവസത്തോളം വൈകിയാണ് ഈ കുട്ടി മിസ്സിംഗ് ആയിട്ടുള്ള വിവരം കുട്ടിയുടെ അമ്മയും അമ്മയോടൊപ്പം ഉള്ള വ്യക്തിയും നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതിൽ അന്വേഷണം ആരംഭിച്ചു. അതിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ASP കൊണ്ടോട്ടി ശ്രീ കാർത്തിക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരേക്കും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചു. കൂടാതെ കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും കുട്ടിയുടെ റിലേറ്റീവ്സ് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളും എല്ലാം കേന്ദ്രീകരിച്ചു. മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളും അതുപോലെ അവരുടെ താമസ സ്ഥലങ്ങളിലും എല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരേക്കും നമുക്ക് കുട്ടിയിലേക്ക് എത്താനായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് അന്വേഷണത്തിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. നമ്മൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അന്വേഷണം ഊർജിതമാക്കുന്നുണ്ട്. ഒരു മാസീവായിട്ടുള്ള ഒരു സെർച്ച് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ പരമാവധി നാട്ടുകാരുടെയും കൂടി സഹായത്തോടു കൂടി കുട്ടി മിസ്സിംഗ് ആയിട്ടുള്ള സ്ഥലത്തും അതിന് ചുറ്റുവട്ടത്തുള്ള ഏരിയകളും പൂർണ്ണമായിട്ട് പരിശോധിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. കൂടാതെ ഈ കുട്ടി പോയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ബസ് സ്റ്റാൻഡുകളും അല്ലെങ്കിൽ ആസാമിലോട്ട് തിരിച്ചു പോകാൻ സാധ്യതയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലീകരിക്കുന്നുണ്ട്. ഓൾറെഡി തൊട്ടടുത്തുള്ള സ്റ്റേഷനുകളെല്ലാം പരിശോധിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ തലങ്ങളിലേക്ക് അത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ വട്ടപ്പാറ പരിസര പ്രദേശത്തെ എല്ലാ പരിസര പ്രദേശവും അരിച്ചുപുറക്കി പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇതിനായി സന്നദ്ധ വളണ്ടിയർമാരുടെ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വാഴക്കാട് പോലീസും TDRFും സംയുക്തമായി തിരച്ചിൽ നടത്തിയിരുന്നു. കരിപ്പൂർ ഇൻസ്പെക്ടർ അബ്ബാസ് അലി, അരീക്കോട് SI V രേഖ, കൊണ്ടോട്ടി ഡാൻസാഫ് ടീം SI റഫീഖ്, ഫിറോസ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കുട്ടിയുടെ അമ്മയുടെ അടുത്തു നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. പരിസര പ്രദേശത്തെ CCTV അടക്കം പരിശോധിച്ചെങ്കിലും യാതൊരുവിധ തെളിവുകളും ഇതേവരെ കണ്ടെത്താനായിട്ടില്ല. കുട്ടിക്ക് വല്ല അപകടവും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ ജനകീയ തിരച്ചിലിനൊരുങ്ങുകയാണ് വാഴക്കാട് പോലീസ്. ഈസ്റ്റ് ലൈവ്, വാഴക്കാട്.